നമസ്കാരം സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, യുവാക്കളുടെയും ഇന്ത്യയിലെ യൂത്ത് ജനറേഷൻ്റെയും അതിഘോരമായ സമരം ഇപ്പോൾ ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഓൾറെഡി 3 വട്ടം ചർച്ച നടത്തി, എവിടെയും എത്തിയില്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി തീർച്ചയായിട്ടും വേണമെന്നാണ് ഇപ്പോൾ ജെൻസി, കോക്രോച്ച് ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളായും ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി കട്ട് ആൻഡ് റൈറ്റായിട്ട് ഫേമായിട്ട് തന്നെ പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് അല്ലെങ്കിൽ വകുപ്പ് മാറിക്കൊണ്ടൊന്നും കാര്യമില്ല. ഇത്രയും അതിഗുരുതരമായ പരീക്ഷാക്രമക്കേടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മിനിസ്ട്രിക്കാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. 10 വർഷത്തിനിടയിൽ വിവിധ പരീക്ഷകളുടെ 150-ൽ പരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഫൂളാക്കിക്കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒരു അത്താണിയായ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള ഏക വഴിയായ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതേപോലെയുള്ള നീറ്റ്, JEE പോലുള്ള എക്സാമിനേഷൻസിൽ ഈ മാതിരി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി അത് വിറ്റ് കാശാക്കി അതിനുവേണ്ടി അതിൽ മാത്രം കറപ്ഷൻ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യുവജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും യുവജനങ്ങളുടെ മാതാപിതാക്കളും ഒരിക്കലും ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഈ പറയുന്ന പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ മക്കൾ ധാരാളം പണം ചെലവഴിച്ച് വിദേശ രാജ്യങ്ങളിലെ ഉന്നത യൂണിവേഴ്സിറ്റികളിലും ഉന്നത കോളേജുകളിലും പഠിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചു എന്ന് വരുത്തുന്നു. എന്നിട്ട് ഇവിടെ ഈ മാതിരിയുള്ള അഴിമതി കൊണ്ടാടുന്നു. അതിനാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇപ്പോഴാണ് ഉണർന്നെഴുന്നേൽക്കുന്നത്. ഇത്രയും കാലം നിദ്രയിലായിരുന്നു. എങ്കിലും അഴിമതി ഇല്ലാതാക്കും, പരീക്ഷ നടത്തുമ്പോൾ നേരെയാക്കുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്. അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. പല ഗവൺമെൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. പബ്ലിക് സർവീസ് കമ്മീഷനിലും സ്റ്റേറ്റ് വൈസിലും സെൻട്രൽ വൈസിലും ഒക്കെ തന്നെ ഇതേപോലെ പരീക്ഷാ ക്രമക്കേടും പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേടും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ ക്രമക്കേടും എല്ലാം ധനസമ്പാദനത്തിനുള്ളൊരു മാർഗമാക്കിക്കൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആസ് വെൽ ആസ് മറ്റുള്ള ആളുകളും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ സമ്പാദിച്ചു കൂട്ടുന്ന ഈ പ്രവണത അതിശക്തമായ ശിക്ഷ കൊടുത്ത് നിയമനിർമ്മാണത്തിലൂടെ നിർത്തിവെച്ച് യുവാക്കൾക്ക് ഒരു ജോലി ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിനു വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു. അതും ഇപ്പോൾ അവിടെയും പോകാൻ നിവൃത്തിയില്ലാതായി, അവിടെയും ജോലിയില്ലാതായി എല്ലാവരും തിരിച്ചു വരികയാണ്. അതാണ് എല്ലാവരെയും ആശങ്കാകുലരാക്കുന്നത്. അതാണ് ഇത്രയും ജനങ്ങൾ പകലില്ലാതെ 24 hours നമ്മളെ അതിശയപ്പെടുത്തും. ഇന്ത്യ മഹാരാജ്യം ഇതുപോലെ ഇതേപോലെ ഒരു യുവജന സംഗമോ അല്ലെങ്കിൽ യുവജന പ്രക്ഷോഭം അല്ലെങ്കിൽ യുവജന ആന്തോളനം നടന്നിട്ടുണ്ടോ എന്ന് വളരെയധികം സംശയകരമാണ്. എനിവേ, ഈ സമരം നീണ്ടുപോകാനാണ് സാധ്യത. യുവജനങ്ങൾ ഫേമായിട്ട് ഇതിൽ അവരുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഗവൺമെൻറ്റിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എത്രയോ എഡ്യൂക്കേഷണലിസ്റ്റുകളുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. ആർക്ക് വേണമെങ്കിലും എഡ്യൂക്കേഷൻ മിനിസ്റ്ററാകാം. അത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഇതൊക്കെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മാത്രമല്ല, ഇതൊരു ഗ്യാങ്, പാർട്ടി ബേസിലൊരു ഗ്യാങ് തന്നെ നടത്തിയിരിക്കുന്ന കള്ളക്കച്ചവടവും കപടതയും തട്ടിപ്പുമാണ് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് രാജിവെച്ച് പോകുന്നതിന് എന്താണ് കുഴപ്പം? അപ്പോൾ ഇന്നത്തെ ഓൾറെഡി രാഹുൽ ഗാന്ധി ഓൾറെഡി മീഡിയനോട് ഫേമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ രാജിയാണ്. മിനിസ്ട്രി മാറിക്കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല. അതോടൊപ്പം തന്നെ അവരുടെ യൂത്ത്സ് ഉന്നയിച്ചിരിക്കുന്ന കണ്ടീഷൻസ് നടപ്പിലാക്കണം. ഗവൺമെൻറ് എല്ലാ തരത്തിലും സമരം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഭക്ഷണം പോലും തടയുന്നു. കുട്ടികൾ രാത്രിയിലും പകലും ധാരാളം പേർ ട്രെയിൻ ബസ്സും ഒക്കെ പിടിച്ച് ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അനുഭാവികളും ഇത് രാജ്യത്തിൻ്റെ തന്നെ ഒരു ആവശ്യതയായി മാറിയിരിക്കുന്നു.
ഇത് ആകെ ശരിക്കുള്ള ഈ സംഭവം എന്താണെന്നാൽ ഇത് ഭരണത്തിനോടുള്ള എതിർപ്പാണ്. എതിർ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തോടുള്ള എതിർപ്പാണ്. എല്ലാ കാര്യങ്ങൾക്കും കൈവിരലും ഫിംഗർ പ്രിൻറ്റും കണ്ണിൻ്റെ പ്രിൻറ്റും ഒക്കെ വേണം. റേഷൻ മേടിക്കാൻ വേണം, പെൻഷൻ മേടിക്കാൻ വേണം, എവിടെ പോയാലും ലിങ്കാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഫിംഗർ പ്രിൻറ്റും വേണ്ട, ഒന്നും വേണ്ട. എന്തൊരു ജനാധിപത്യമാണ്! എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ജനങ്ങളെ ഫൂളാക്കുന്നത്? അവിടെ കള്ളവോട്ടും EVM അട്ടിമറിയും എല്ലാം നടത്തി അധികാരത്തിൽ കയറുന്നത് തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും എല്ലാവരെയും ഫൂളാക്കാൻ പറ്റുകയില്ല. ജാതിയും മതവും വർണ്ണവും വെറിയും പറഞ്ഞ് രണ്ട് ജാതി ആകപ്പാടെ ഈ ലോകത്തിലുള്ളൂ. ഒന്ന് ആൺജാതിയും പെൺജാതിയും. ഇതിനു വേണ്ടിയിട്ട് അതൊന്നും ഇപ്പോഴത്തെ യുവതലമുറ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഇങ്ങനെ കവടന്മാരായ കള്ളന്മാരായ രാഷ്ട്രീയക്കാരെ കൊണ്ട് എല്ലാ പാർട്ടികളും നിറഞ്ഞിരിക്കുകയാണ്. ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വിഭജനങ്ങൾ ഇപ്പോൾ നമ്മുടെ അയൽ സ്റ്റേറ്റുകളിലൊക്കെ കണ്ടു. ബംഗ്ലാദേശിലും നേപ്പാളിലും ഒരുപാട് സ്ഥലത്ത് മുല്ലപ്പൂ വിപ്ലവവും അറബ് നാട്ടുകളിലൊക്കെ കണ്ടു. അങ്ങനെ ജനങ്ങൾ ഈ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ യുദ്ധവും അതിൻ്റെ അനന്തരഫലങ്ങളും, വേറൊരു സൈഡിൽ കൂടെ അഴിമതിയും കൊള്ളയും. ഇങ്ങനെ ലോകം മുഴുവനും സമാധാനമുണ്ടാക്കുന്നതിന് പകരം കാലുഷ്യവും ദ്രോഹവും വർഗീയതയും ജാതിസവും പാർട്ടീഷനും എല്ലാം നടത്തി ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇന്നത്തെ യുവജനങ്ങൾ അങ്ങനെ ഓടുന്ന ഭീരുക്കളല്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ആദ്യം ഗവൺമെൻറ് അവരെ പുച്ഛിച്ച് അവഗണിക്കുകയായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി ഈ ഗവൺമെൻറ് തന്നെ ചിലപ്പോൾ നിലം പതിക്കുമെന്ന്. എന്താണേലും ഈ സമരം എഡ്യൂക്കേഷൻ മിനിസ്റ്ററിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. വീണ്ടും ഇത് ആഭ്യന്തരമന്ത്രിയിലേക്കും അവസാനം പ്രൈം മിനിസ്റ്ററിലേക്കും അവസാനം മിനിസ്ട്രി തന്നെ മാറേണ്ട രീതിയിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണെങ്കിലും ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് സത്വരമായി പെട്ടെന്ന് സ്റ്റേണായിട്ടുള്ള ആക്ഷൻ എടുത്ത് ഇതിനൊക്കെ തടയിട്ടാൽ നല്ലത്. ഇല്ലെങ്കിൽ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്. ഇവിടെ ജാതിയും മതവും ദേശവിരുദ്ധരൊന്നുമല്ല ഇത്രയും ജനങ്ങൾ. ഇന്നവരുടെ ദേശം ഇന്നവരുടെ ഇതൊന്നുമില്ല, എല്ലാവരുടെയും ദേശമാണ്. ഇവിടെ ആരുടെയും കുത്തകാവകാശമൊന്നുമല്ല, ഒരു പാർട്ടിയുടെയും കുത്തകാവകാശമൊന്നുമല്ല ഇന്ത്യ രാജ്യം. നുണയും പ്രൊപ്പഗണ്ടയും തട്ടിപ്പും തരികിടിയൊന്നും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും വീശുകയില്ല. അതാണിപ്പോൾ കണ്ടുവരുന്നത്. ആളുകൾ പൊറുതുമുട്ടി പ്രതികരിക്കുകയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് കർശനമായ ആക്ഷനിലൂടെ യൂത്ത്സിൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഈ ഓൾ ഇന്ത്യ തലത്തിലേക്ക് ഈ സമരം കത്തിപ്പടരാതെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നല്ലത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണെങ്കിലും അടുത്ത ചർച്ചയുടെ ഫലം ഉടനടി വലിയ താമസം കൂടാതെ വരും. നമുക്ക് കാണാം. എന്തായാലും എന്തെങ്കിലും ഗവൺമെൻറ് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു. ഔട്ട്.